ഇപ്പൊ ഈ പടത്തില് സൂപ്പർ സിന്ദഗിയിൽ നടന്ന കഥ എന്നാണ്. ഓക്കെ, അപ്പൊ ഇത് നടന്ന കഥയാണോ? നടന്നല്ലോ, കിടന്നല്ലേ കിടത്തിയ കൊണ്ടുപോയല്ലേ പറഞ്ഞ അവിടെ നമുക്ക് അകത്തുനിന്ന് സംസാരിക്കാന്ന്. എനിക്ക് പ്രൊമോഷൻ നടന്നതല്ല, ചോദിച്ചു മേടിച്ചു. അതല്ല, ഞാൻ അറിഞ്ഞത് ഒരു ട്രഷർ ഹണ്ട് പരിപാടിയാണെന്ന്. അറിയാലോ. അപ്പൊ ഇത് നടത്താൻ പോണത് എന്താണത്? ജീപ്പിലാ നടന്നത്. ആ ജീപ്പിലാണ് പോണത് അല്ലേ? എന്താണ് ആ നിധി? സിനിമ അത് സിനിമയിൽ കാണാം. കടം പാക്കുന്നത് അതൊരു വലിയ നിധി. അതെ, അതിലുണ്ട്. സിനിമക്കകത്ത് തന്നെ ചെറിയ ക്ലൂ ഒക്കെ കൊടുത്തു. ഗോൾഡ് അതെ, അത് ആ എലമെന്റ്സ് ഒക്കെ അതിനകത്തുള്ളതായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. മരം, വീട്. അതെ, അതെല്ലാം മരം, വീട്. ഓക്കെ, ഋതു പറയൂ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ബാംഗ്ലൂർ ആയിരുന്നു ഷൂട്ട് എന്ന് പറഞ്ഞു. ഇത് തന്നെയായിരുന്നു എക്സ്പീരിയൻസ്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു എക്സ്പീരിയൻസ്. ഓക്കെ, ഞാൻ ഇതിനിടയിൽ അറിഞ്ഞത് ധ്യാൻ ചേട്ടനും അതും ഋതുവും കൂടിയിട്ട് ഒരു ഡാൻസ് ഉണ്ടായിരുന്നു എന്നാണ്. ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങള് മാത്രമല്ല, കുറച്ച് ആൾക്കാർ കൂടി ജോണി ചേട്ടൻ ഉണ്ടായിരുന്നു, മുകേഷ് സാർ ഉണ്ടായിരുന്നു. പാർട്ടി സോങ്. അതെ, പാർട്ടി സോങ്. പിന്നെ ജോണി ചേട്ടൻ, മുകേഷ് ചേട്ടൻ, ഗായത്രി, പിന്നെ ആമി, ആരായിരുന്നു, പിന്നെ മാസ്റ്റർ. അത് അവസാനത്തെ ഡാൻസ് ആണോ? ഇത് കണ്ടു കഴിയുമ്പോ ചിലപ്പോ ആൾക്കാർ പറഞ്ഞിട്ട് ഇതോടെ അത് ചിലപ്പോ അവസാനം. എന്റെ കരിയർ. ഓക്കെ, അത് ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാ കളിച്ചെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ഞങ്ങൾക്ക് ഇവരൊക്കെ ഭയങ്കര എളുപ്പത്തിൽ കളിച്ചു. നമുക്കതൊന്നും കളിച്ച് ഡാൻസ് ഒന്നും അറിയാത്തത് കൊണ്ട് ഒരു പ്രശ്നമില്ലായിരുന്നു. അറിയാത്തവരെന്ത് പ്രശ്നമല്ലല്ലോ. എങ്ങനെയുണ്ടായിരുന്നു? എന്ത് സ്റ്റൈൽ ഓഫ് ഡാൻസ് ആയിരുന്നു അത്? എങ്ങനെ ആവണം അത് പറയും. ഞങ്ങളൊക്കെ ഇത് വെച്ചിട്ട് ഡാൻസേ അറിയില്ല, അതിനടിക്കാണ് സ്റ്റൈൽ കൂടെ. ജോണി ചേട്ടൻ, മുകേഷ് ചേട്ടൻ ഞാൻ ചേട്ടനാണ് ഏറ്റവും പെട്ടെന്ന് തന്നെ എല്ലാ ടേക്കും ഓക്കെ ആക്കിയത്. മാസ്റ്റർ ഒക്കെ എന്നെങ്ക സാർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പെർഫെക്ഷൻ നോക്കണ ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾ പലത്തേക്കും പോകും. അങ്ങനെ ഭീകര ഡാൻസ് ഒന്നും അല്ല. അടിച്ചുപൊളിപ്പാട്ടിനപ്പുറമുള്ള ഒരു ക്ലബിലൊക്കെ ഉള്ള പരിപാടി. ഒരു കുത്ത് തമിഴ് സോങ് ആയതുകൊണ്ട്